ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ രണ്ടോ മൂന്നോ പ്രാവശ്യത്തെ ബന്ദി കൈമാറ്റം കാണുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് സർറിയൽ എന്നൊക്കെ പറയില്ല നമ്മൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സർറിയൽ ആയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർറിയൽ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഗസയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബോംബാർഡ്മെൻറ്റ് എന്ന് പറയുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ 45 ദിവസം 60 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ബോംബാർഡ്മെൻറ്റ്. അത് ചില പ്രത്യേക ഏരിയകളിലാണ് നടക്കുക. ഇത് ഗസയുടെ നോർത്ത് മുതൽ സൗത്ത് വരെ തകർത്ത് തരും. കാർപ്പറ്റ് ബോംബിംഗ് എന്ന് പറയുന്ന പോലെ 80% വീടുകളും തകർത്ത് കളഞ്ഞ ബോംബിംഗ് ആണ്. അതും 1.5 വർഷം. അതായത് ഗസ നേരിട്ട ഏറ്റവും വലിയ യുദ്ധമാണ്, ഏറ്റവും വലിയ ബോംബിംഗ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ തകർന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് ടണലുകളുണ്ടെന്ന് പറയപ്പെടുന്നു. ആ ടണലുകൾക്കുള്ളിൽ ഹമാസുകാരുണ്ടെന്ന് പറയപ്പെടുന്നു. 1.5 വർഷം IDF അതിനകത്തുണ്ടായിരുന്നു, ഗസയ്ക്ക് അകത്തുണ്ടായിരുന്നു. അവർ 1.5 വർഷം അവിടെ മുഴുവൻ അടിച്ച് പറക്കി ടണൽ കണ്ടെത്താൻ കഴിയില്ല. ചില ടണലിൻ്റെ ഷാഫ്റ്റുകൾ കണ്ടെത്തി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആകെ എന്താണ് ഈ കോഴിക്കോട് നിന്ന് കോട്ടയ്ക്കൽ വരെ, കോഴിക്കോട് നിന്ന് വടകര വരെ ദൂരമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത്. അവിടെ ഇത്രയധികം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ പിന്തുണയോടുകൂടി ലോകത്തെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി അവിടെ 1.5 വർഷം അടിച്ച് പറക്കിയിട്ട് ടണൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിനകത്താണല്ലോ ബന്ദികൾ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടണലില്ല. ആ ടണലിൻ്റെ സിസ്റ്റം ഇല്ല. 500 കിലോമീറ്റർ നെറ്റ്വർക്ക് ടണലുണ്ടെന്ന് പറഞ്ഞാൽ ആ ടണലിനെ കുറിച്ച് പോലും നമുക്കറിയോ? ഒന്നും അറിയില്ല. ഇതിനെ സർറിയൽ എന്നല്ലാണ്ട് എന്താണ് പറയുക? അവിടെ അത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് എത്രമാത്രം സങ്കീർണമോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തതോ ആയിരിക്കും ടണലുകൾ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവരെ കമ്മ്യൂണിക്കേഷനെ പറ്റി നമ്മൾ ആലോചിക്കുക. ഇവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? മൊബൈൽ ഫോൺ വഴിയാണോ? ഇനി ഹിസ്ബുള്ളയുടെ പൊട്ടിത്തെറിച്ച പേജറുകൾ വഴിയാണോ? അല്ലല്ലോ. പേജറുകൾ വഴിയാണ് പണ്ടേതൊക്കെ പൊട്ടിത്തെറിക്കുമായിരുന്നല്ലോ. മൊബൈൽ ഫോൺ ആണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ.